ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഇവിടെ ഫേസ് 1 അതിൽ നോക്കണം. മോർണിംഗ് സെഷനിലെ ഷിഫ്റ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് അന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പം ഓരോ ചാപ്റ്റർ, ഏത് ചാപ്റ്റർ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ അപ്രോച്ച് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. 2 സെക്ഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സെക്ഷൻ എ, സെക്ഷൻ ബി അല്ലേ. സെക്ഷൻ എയിൽ നമുക്കറിയാം എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ ബിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഡിജർ ടൈപ്പിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അങ്ങനെ ടോട്ടൽ 20+5 25 ക്വസ്റ്റ്യൻസ്. അതിൽ ആദ്യത്തെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്നാമത്തെ ചോദ്യം നോക്കടാ. ഇതിൽ ചോദിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നോക്കുക, ഇൻ്റഗ്രൽ ലിമിറ്റ് ഫ്രം e² ടു e⁴ 1/x ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഒരു വലിയ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഞാൻ മൊത്തമായിട്ട് വായിക്കുന്നില്ല, നിങ്ങളത് വായിച്ച് നോക്കുക. log x e⁻log x the whole square plus 1 the whole power -1. അതേ ഫംഗ്ഷൻ ഇവിടെയുണ്ട്. പ്ലസ് ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ. ഇവിടെ 6 - log x whole square plus 1 the whole raised to -1 ആണ്. ഇവിടെ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയൊക്കെ നമുക്ക് log x കാണുന്നുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ഒരു 1/x കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ log എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ 1/x. അപ്പോൾ നമുക്ക് log x ന് t എന്ന് കൊടുത്താൽ ഈ ഫംഗ്ഷനെ നമുക്കൊന്നും കൂടെ അങ്ങ് ചെറുതാക്കി എഴുതാം എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് log x ന് നമ്മൾ t എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/x dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ എന്താണ് മക്കളെ, dt ആണ്. എടാ, അപ്പോൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ മാറ്റിയതും, ഇൻ്റഗ്രൽ ഫ്രം നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓഫ്കോഴ്സ് ലിമിറ്റ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ നോക്കട്ടെ, ഇവിടെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ e² ആണ്. അപ്പോൾ t എന്ന് പറഞ്ഞാൽ എന്താ വരിക, log e² എന്ന് വരും അല്ലേ. log e² എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ നോക്കണേ, x = എന്താണ്, e² ആയി കഴിഞ്ഞാൽ t എന്ന് പറയുന്നത് എന്താ വരിക, t = log e² ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 log e ആണ്. log e 1 ആയതുകൊണ്ട് ഇത് 2 എന്ന് കിട്ടും. ഇപ്പോൾ ലോവർ ലിമിറ്റ് 2. ഇതേപോലെ നമ്മൾ എക്സിന് e⁻⁴ കൊടുത്താൽ അപ്പർ ലിമിറ്റ് നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇൻ്റഗ്രേഷൻ നോക്കാം. 1/x dx, ഈ 1/x dxന് പകരം നിന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെറും dt ആണ്. മാത്രമല്ല ഈ log x കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് t ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ത് മാറ്റം വരും നോക്കിയേ. ഇപ്പോൾ 1/x ഒന്നുമില്ല, ജസ്റ്റ് ബ്രാക്കറ്റ് ഇടുക, e⁻t² + 1 അതിനെന്തുണ്ട്, ഹോൾ പവർ -1 ഡിവൈഡ് ബൈ, ഇവിടെ നോക്കടാ, e⁻t² + 1 അതിനെന്തുണ്ട്, ഹോൾ പവർ -1 ദെൻ പ്ലസ്, ശ്രദ്ധിക്കുക, ദെൻ പ്ലസ് അവിടെ e⁻6 - t the whole square അല്ലേ. നമ്മൾ log x-നാണ് t എന്ന് കൊടുക്കുന്നത്. അപ്പോൾ 6 - t whole square വരും. പ്ലസ് ഒരു 1 ഉണ്ട്, അതിനുശേഷം ഇതിൻ്റെ ഹോൾ പവറിൽ ഒരു -1 ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അവസാനം എഴുതുക dt ആണ്. അതായത് 1/x dx എന്തായി, dt ആയി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി അറിയാം, f(x) ഡിവൈഡഡ് ബൈ f(x) പ്ലസ് f(a + b - x) dx എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ആൻസർ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ആണ്. അതായത് കിങ്സ് റൂൾ അനുസരിച്ച് f(x) ഡിവൈഡഡ് ബൈ, നോക്കടാ എന്താണ് ഫോം, ഇൻ്റഗ്രൽ f(x) ഒരു ഫംഗ്ഷൻ, താഴെ സെയിം ഫംഗ്ഷൻ ഉണ്ടാവും, പ്ലസ് അടുത്തത് f(a + b - x) ആയിരിക്കും dx. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്താണ്, എ മുതൽ ബി ആണ് ലിമിറ്റ് എങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് b - a/2 ആണ്. ഇറ്റ്സ് എ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് നോക്കുക, ഇതിൽ ഏതാണ് ഒരേപോലെ കാണുന്ന ഫംഗ്ഷൻ നോക്കിയേ. ഇതാ മുകളിലാണ് f(x) ഉണ്ടാവും എപ്പോഴും. ഇതേ f(x) നിങ്ങൾക്ക് താഴെ ഉണ്ടാവും. ഇതാണ് അതേ f(x). ഇത് രണ്ടും സെയിം ആണ്, ഒരേ ഫംഗ്ഷനാണ്. ഇനി ഇതെന്തായിരിക്കണം, നിങ്ങൾ ഈ f(x) ഉപയോഗിച്ചുകൊണ്ട് f(a + b - x) ചെയ്ത് നോക്കുക. ഇവിടെ f(a + b - x) കിട്ടുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ നമ്മളിവിടെ f(x) എന്ന് പറഞ്ഞാൽ എന്താണ്, f(x) എന്ന് പറഞ്ഞാൽ e⁻t² + 1 the whole power -1 ആണ്. അപ്പോൾ എന്തായിരിക്കും f(a + b - x) എന്ന് പറഞ്ഞാൽ, f(a + b - x) എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ f(x)ൽ ഏതെങ്കിലും ഒന്ന് f(x) ആയിട്ട് എടുക്കുക. അതിൽ tക്ക് പകരം നിങ്ങൾ 2 + 4 - x എന്നാക്കുക, 2 + 4 - t ആക്കുക. x അല്ല, ഇവിടെ t ആണ്. അപ്പോൾ tക്ക് എന്ത് കൊടുക്കുക, 2 + 4 - t ആക്കുക. അപ്പോൾ 2 + 4 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 6 കിട്ടിയില്ലേ. അപ്പോൾ 6 - t എന്ത് വരും ഇവിടെ, 6 - t the whole square വന്നു അല്ലേ. 6 - t the whole square വന്നു അല്ലേ. tക്ക് എന്താ കൊടുക്കേണ്ടത്, 2 + 4 - t എന്നാണ്.
അപ്പൊ ടീന് നമ്മൾ 2+4 - t വെച്ച് റീപ്ലേസ് ചെയ്യണം. അതായത് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് ടി. അപ്പോൾ ഇവിടെ ഹോൾ സ്ക്വയർ വരും അല്ലെ. 6 - t ഹോൾ സ്ക്വയർ വരും. +1 (-1) ആണ് വരിക ഈ എഫ് ഓഫ് എക്സിൽ ചെയ്യുമ്പോൾ. ആ സാധനം ഇവിടെ ഉണ്ട് കണ്ടോ. ആ സാധനം ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന് ആൻസർ എന്താ വരിക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ 2 ആണ്. എന്ന് പറഞ്ഞാൽ 4 - 2 / 2 ആണ്. അവിടെ 4 - 2 / 2 എത്രയാ? 2/2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതിന് ആൻസർ എന്താ വരിക? 1 ആണ്. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ എ അല്ല, സോറി, ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഓപ്ഷൻ 3 കറക്റ്റ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ, ആദ്യം നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രേഷൻ അകത്തുണ്ട്. മാത്രമല്ല ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ലിമിറ്റ് e² to e⁴ എന്നുള്ളത് 2 to 4 ആയി. അതിനുശേഷം നമ്മൾ ആ ഫംഗ്ഷനെ ടീന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. എന്നിട്ട് എഫ് ഓഫ് എക്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. എഫ് ഓഫ് a + b - x കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. അത് ഇവിടെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് പറയാൻ പറ്റും? b - a/2 ആണെന്ന് പറയാൻ പറ്റും. ഇത്രയുള്ള സംഭവം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.